The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. വർഷം 1982. ആദ്യ തെരഞ്ഞെടുപ്പിലൂടെ വന്ന ആദ്യ സർക്കാരാണ് അധികാരത്തിൽ. വിശക്കുന്ന കോടിക്കണക്കിന് വയറുകളുടെയും വികസനമെത്തി നോക്കാത്ത വൻ ഭൂഭാഗങ്ങളുടെയും സർക്കാർ. ആ സർക്കാരിന് മധുവിധുകാലത്തിന് അവകാശമില്ല. 1957 നടക്കാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് മാത്രമല്ല നെഹ്റുവിൻ്റെയും സംഘത്തിൻ്റെയും മുന്നിലുള്ളത്. സങ്കീർണമായ കുറേ പ്രശ്നങ്ങൾ. അതിലൂടെ ഇന്ത്യയുടെ കഥ തുടരുന്നു. വോട്ടുകഥയും. ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന ജവഹർലാൽ നെഹ്റു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നില്ല, ഒരു രാജ്യത്തിൻ്റെ നേതാവായിരുന്നു. കാലം അദ്ദേഹത്തിന് ഏൽപ്പിച്ച 2 മുഖ്യ ചുമതലകളുണ്ടായിരുന്നു. ഒന്ന്, രാജ്യത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളെ ചേർക്കുന്ന ഒരു കണ്ണിയാവുക. 2, രാജ്യത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാവുക. ഈ 2 ജോലിയും അത്ര എളുപ്പമായിരുന്നില്ല. ലോകം അന്ന് 2 ചേരികളായി നിൽക്കുകയാണ്. ചേരികളെന്ന് വെച്ചാൽ ലോകങ്ങൾ തന്നെ. സോവിയറ്റ് യൂണിയൻ നയിക്കുന്ന ഒരു ലോകവും അമേരിക്ക നയിക്കുന്ന മറ്റൊരു ലോകവും. ഏതെങ്കിലും ഒരു ബ്ലോക്കിൻ്റെ മിത്രമായാൽ രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ ശത്രുവായി എന്നാണ് അന്നർത്ഥം. ഇതിനിടയിലായിരുന്നു ചേരികളിൽ ചേരാത്ത നെഹ്റുവിൻ്റെ വിദേശനയം ഉണ്ടാകുന്നത്. ജവഹർലാൽ നെഹ്റു അതിനെ രൂപീകരിക്കുക മാത്രമല്ല, അത് എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ലോജിക് വിശദീകരിച്ചു കൊടുത്ത അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. 2 ചേരികളിലും ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ പിന്തുടർക്കാൻ തുടർന്നത് അതുകൊണ്ടാണ്. അതിനൊരു ഗ്ലോബൽ ഔട്ട്ലുക്ക് അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ്. ഇന്ത്യ സ്വതന്ത്രയായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ചൈന കമ്മ്യൂണിസ്റ്റ് ചൈനയായി. നെഹ്റു ചൈനയിൽ ഒരു സുഹൃത്തിനെ കണ്ടു. ചൈനയ്ക്ക് ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന് പണ്ഡിറ്റ്ജി ലോകവേദികളിലെല്ലാം വാദിച്ചു. ചൈനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഭാഗമായി. ഇതിന് രാജ്യാന്തര അംഗീകാരം കിട്ടിയത് സുഹൃത്തുക്കൾ ഉണ്ടാകാനും സാമ്പത്തിക മുന്നേറ്റം നടത്താനും സഹായിച്ചു. Nehru will speak anti-capitalism. He was partially moving towards Russia. That had other reasons. നമുക്ക് ഡിഫൻസിന് വേണ്ടി റഷ്യ ആവശ്യമുണ്ടായിരുന്നു, പാകിസ്ഥാനും കാശ്മീരുമായിട്ട്, പിന്നെ ചൈനയായിട്ടും. That is why he started moving. 1985 നെഹ്റു സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചപ്പോൾ കിട്ടിയ പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. തൊഴിലാളികളും വിദ്യാർത്ഥികളും അടങ്ങുന്ന വൻ ജനക്കൂട്ടം നെഹ്റുവിനെ കണ്ട് ആദരവറിയിച്ചു. ജനക്കൂട്ടത്തിന്റെ വലിപ്പം വിചാരിച്ചതിലും കൂടുതലായപ്പോൾ നെഹ്റുവിന്റെ പ്രസംഗവേദി ഗോർക്കി പാർക്കിൽ നിന്ന് ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് മാറ്റേണ്ടി വന്നു. തിരിച്ച് ക്രൂഷ്ചെഫ് ഇന്ത്യയിലെത്തിയപ്പോൾ സ്നേഹം ഇരട്ടിയാക്കി തിരിച്ചു നൽകി. വിദേശ രാഷ്ട്രങ്ങളിലെ സന്ദർശനങ്ങളിലൂടെ രാജ്യത്തിനും നെഹ്റുവിനും പുതിയ സുഹൃത്തുക്കളുണ്ടായി. പലയിടത്തും നെഹ്റു തരംഗമായി. വാഷിങ്ടണിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും മോസ്കോയിലാണെങ്കിലും ഒക്കെ അന്നത്തെ അവിടുത്തെ ഭരണ നേതാക്കന്മാരുമായിട്ട് ഒരു ഈക്വൽ ഇതിൽ സംസാരിക്കാനുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ആളായിട്ടാണ് നെഹ്റു കണ്ടിരുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിക്കോ ആയുധശേഷിക്കോ അനുവാദമല്ലാത്ത വലിയ ലോകശ്രദ്ധ നേടിയെടുക്കാൻ വിദേശകാര്യ വകുപ്പ് കൂടി നോക്കിയിരുന്ന പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. രാജ്യത്തിനകത്തും എടുത്താൽ പൊങ്ങാത്ത പണി ആദ്യ സർക്കാരിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ലോകം ശ്രദ്ധിക്കുന്ന കശ്മീർ പ്രശ്നം മുതൽ പ്രാദേശിക വികാരമുണർത്തുന്ന ഭാഷാ പ്രശ്നം വരെ. കശ്മീരിലെ സിംഹമായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള. അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്നു നാഷണൽ കോൺഫറൻസ്. 1951 കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആകെയുള്ള 75 സീറ്റും ഷെയ്ഖിന്റെ പാർട്ടിക്ക്. അതിലും 72 എതിരില്ലാതെ. അബ്ദുള്ള ഒരു കാലത്ത് നെഹ്റുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. പക്ഷേ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റിയും കടുംപിടുത്തം കാണിച്ചും നെഹ്റുവിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം കശ്മീരിൽ വേരുകളുള്ള നെഹ്റുവിന് വൈകാരികമായ അലട്ടലുണ്ടാക്കി. 1983 ഷെയ്ഖിന്റെ സർക്കാരിനെ പിരിച്ചുവിട്ടു. ഷെയ്ഖ് അബ്ദുള്ള അറസ്റ്റിലുമായി. പ്രശ്നങ്ങൾ അവിടെയൊന്നും അവസാനിച്ചില്ല.
അവസാനിക്കുന്ന ലക്ഷണവും കാണിച്ചില്ല. സ്വാതന്ത്ര്യം എന്ന ആവശ്യവുമായി നാഗാ സമരം, നിയമനിർമ്മാണങ്ങൾ, പോണ്ടിച്ചേരിയുടെയും ഗോവയുടെയും വിമോചനം, അങ്ങനെ ആ യാത്ര നീണ്ടുകൊണ്ടേയിരുന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമെന്ന് നെഹ്റു തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിന് വഴിയൊരുങ്ങിയത് ഒരു ജീവൻ ബലി കൊടുത്തുകൊണ്ടായിരുന്നു. 1982 ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് പൊട്ടി ശ്രീരാമുലു സത്യാഗ്രഹം തുടങ്ങി. 58 ദിവസം സമരം ചെയ്ത് മരണത്തിന് കീഴടങ്ങി. വലിയ പ്രക്ഷോഭമാണ് തുടർന്നുണ്ടായത്. ഒടുവിൽ 1953 ഒക്ടോബർ 1 ആന്ധ്രാപ്രദേശ് രൂപീകൃതമായി. തുടർന്ന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ 3 അംഗ സമിതി ഉണ്ടാക്കി. 1.5 ലക്ഷത്തിലേറെ നിവേദനങ്ങളാണ് സമിതിക്ക് കിട്ടിയത്. എസ് ഫസലലി, കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു എന്നിവരായിരുന്നു അംഗങ്ങൾ. 18 മാസത്തെ പ്രവർത്തനത്തിനു ശേഷം 1985 ഒക്ടോബറിൽ റിപ്പോർട്ട് കൊടുത്തു. എന്നാൽ തർക്കങ്ങൾ അപ്പോഴേക്കും രൂക്ഷമായി. മഹാരാഷ്ട്രയിലായിരുന്നു സമരം ഏറ്റവും കലുഷിതമായത്. ബോംബെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കാൻ ആലോചിച്ചത് വലിയ തർക്കത്തിന് ഇടയാക്കി. 1986 നവംബർ 1 കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. അപ്പോഴേക്കും തിരഞ്ഞെടുപ്പിന് സമയമായി. 1957 രണ്ടാമത്തെ പൊതു തിരഞ്ഞെടുപ്പ്, ഇന്ത്യയുടെ രണ്ടാമത്തെ വോട്ട്. സുകുമാർ സെൻ തന്നെയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത്. ആദ്യ തെരഞ്ഞെടുപ്പിനായി ഉണ്ടാക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച കാരണം ഇത്തവണ ചെലവ് 4.5 കോടി കുറയ്ക്കാൻ കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് വിദ്യാഭ്യാസ പരിപാടികൾ ഇത്തവണ കൂടുതൽ വ്യാപകമാക്കി. ഇത് നിങ്ങളുടെ വോട്ടാണോ എന്ന പേരിലെ ഹ്രസ്വചിത്രം 13 ഭാഷകളിൽ തയ്യാറാക്കി 74,000 തിയേറ്ററുകളിൽ കാണിച്ചു. രാജ്യത്തെ 94% വനിതകളും വോട്ടർ പട്ടികയിൽ പേരു ചേർത്തു. ആകെ 19 കോടി 30 ലക്ഷം വോട്ടർമാർ. അന്ന് പലരും പറഞ്ഞിരുന്നു, അതായത് മറ്റ് പല രാജ്യങ്ങളിലും ജനാധിപത്യത്തിൽ നിന്ന് പുറകോട്ട് മാറുന്ന ആ സമയമായിരുന്നു. അത് 57, 58 ആ സമയമായപ്പോഴേക്കും ഇന്ത്യയിൽ ഒരു ചെറിയ ഫൈനാൻഷ്യൽ ക്രൈസിസും ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ടായപ്പോൾ ആ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കാമെന്ന് നെഹ്റുവിനോട് പലരും ഉപദേശിച്ചെങ്കിൽ നെഹ്റു അതിൽ അടിയുറച്ചു നിന്നു. അത് പറ്റില്ല, ഇലക്ഷൻ നടത്തണം എന്നുള്ള. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രധാനമായ ഒരു കാരണമായിട്ട് പറയേണ്ടത് നെഹ്റുവിൻ്റെ ജനാധിപത്യത്തിലുള്ള ആ വിശ്വാസവും ആ ഒരു നേതൃത്വമാണ്. 5 കൊല്ലത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭരണം ആദ്യമായി വിലയിരുത്തപ്പെടുകയായിരുന്നു. 1983 കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞിരുന്നെങ്കിലും നെഹ്റു തന്നെയായിരുന്നു ഭരണ പാർട്ടിയുടെ താരം. സീറ്റെണ്ണം കഴിഞ്ഞ തവണത്തേതിലും കൂട്ടാമെന്ന് നെഹ്റു പ്രതീക്ഷിച്ചു. പ്രചാരണ പരിപാടികളിൽ ഏകമകൾ ഇന്ദു എന്ന് വിളിക്കുന്ന ഇന്ദിര നെഹ്റുവിന് ഒപ്പമുണ്ടായിരുന്നു. 55 തന്നെ അവർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെത്തിയിരുന്നു. ഭർത്താവ് ഫിറോസിനൊപ്പമല്ല, അച്ഛൻ നെഹ്റുവിനൊപ്പം തീൻമൂർത്തി ഭവനിലാണ് 2 മക്കൾക്കൊപ്പം ഇന്ദിര താമസിച്ചിരുന്നത്. At that time, he must have started thinking about Indira. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായപ്പോൾ പ്രതിപക്ഷം പഴയതിലും ശുഷ്കമായിരുന്നു. ജനസംഘം നേതാവ് ശ്യാമപ്രസാദ് മുഖർജി ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. ജയപ്രകാശ് നാരായണൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ച് സാമൂഹ്യ പ്രവർത്തനം തെരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. BR അംബേദ്കർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പത്തെ വർഷം അന്തരിച്ചിരുന്നു. ചെറുപാർട്ടികളുടെ എണ്ണവും വലിപ്പവും ഇത്തവണ കൂടുതലായിരുന്നു. ഒറീസയിൽ ഗണതന്ത്ര പരിഷത്ത്, മഹാരാഷ്ട്രയിൽ സംയുക്ത മഹാരാഷ്ട്ര സമിതി, തമിഴ്നാട്ടിൽ DMK. 312 ഏകാംഗ മണ്ഡലങ്ങൾ, 182 ദ്വയാംഗ മണ്ഡലങ്ങൾ, ആകെ 494 സീറ്റുകളിൽ വോട്ടെടുപ്പ്. ആദ്യ തവണത്തെ പോലെ തെരഞ്ഞെടുപ്പ് മാസങ്ങൾ നീണ്ടില്ല. 1987 ഫെബ്രുവരി 24 തുടങ്ങി മാർച്ച് 14 വോട്ടെടുപ്പ് തീർന്നു. ഏറ്റവും കൂടിയ പോളിംഗ് കേരളത്തിൽ 66%, കുറവ് ഒറീസയിൽ 44%. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് മുതലായിരുന്നു പോളിംഗ് ദിവസം മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. 50%-നടുത്തായിരുന്നു അത്തവണ പോളിംഗ്. ബാലറ്റ് പെട്ടിയിൽ വോട്ട് കൂടാതെ സിനിമാ താരത്തിന്റെ ചിത്രം മുതൽ സർക്കാരിനുള്ള നിവേദനം വരെ ഇട്ടവരുണ്ട്. പെട്ടി തുറന്നപ്പോൾ നെഹ്റുവിന്റെ കോൺഗ്രസിന് തന്നെയായിരുന്നു ജയം. കക്ഷിനില ഇങ്ങനെ: ആകെ സീറ്റ് 494, കോൺഗ്രസ് 371, CPI 27, PSP 19, ജനസംഘം 4. സോഷ്യലിസ്റ്റ് നേതാവ് രാം മനോഹർ ലോഹിയായിരുന്നു പരാജയപ്പെട്ടവരിൽ പ്രമുഖൻ. ലാൽ ബഹദൂർ ശാസ്ത്രി, ഫിറോസ് ഗാന്ധി, VK കൃഷ്ണമേനോൻ തുടങ്ങിയവരൊക്കെ ജയിച്ചുവന്ന് രണ്ടാം ലോക്സഭയെ സമ്പന്നമാക്കി. വളരെ പ്രഗത്ഭന്മാരായ പാർലമെൻറ്റേറിയന്മാരായിരുന്നു അവർ. അതുപോലെ അവരുടെ പെരുമാറ്റങ്ങൾ, അതൊക്കെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടവും പെരുമാറ്റത്തിൻ്റെ ഒരു ലെവലുമുണ്ട്. അത് അതേപടി അവർ ഇവിടെ പിന്തുടർന്നു പോരുന്നു.
ദ്വയാംഗ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 18 സീറ്റായിരുന്നു കേരളത്തിൽ. അതിൽ പകുതിയും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടി. കോൺഗ്രസിന് 6 സീറ്റ്. AKG വീണ്ടും കാസർഗോഡിന്റെ പ്രതിനിധിയായി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു 957 എന്ന കൊല്ലം മലയാളികളുടെ മനസ്സിൽ എപ്പോഴും നിർത്തിയത്. അക്കൊല്ലം കേരളം അതിൻ്റെ ആദ്യ സർക്കാരിനെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് ലോകം ശ്രദ്ധിക്കാൻ കാരണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരായിരുന്നു എന്നതുകൊണ്ടാണ്. അതിനു മുമ്പൊന്നും ലോകത്ത് കമ്മ്യൂണിസ്റ്റുകൾ വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നു. ശീതയുദ്ധത്തിന്റെ സംശയക്കണ്ണുകൾ ലോകത്ത് തെളിഞ്ഞു നിന്ന കാലത്തായിരുന്നു ആ ജയം. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. അച്യുതമേനോനും TV തോമസും KC ജോർജും കൃഷ്ണയ്യരും KR ഗൗരിയമ്മയും ഒക്കെയുള്ള കേരളത്തിന്റെ ആദ്യ സർക്കാർ. ഇന്ത്യൻ വോട്ട് കഥയിലെ ഇനിയുള്ള കഥകൾ ഇടവേള കഴിഞ്ഞു. 52 വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞെങ്കിലും ആ ഭരണകാലം ആവർത്തിക്കാൻ ഇത്തവണ നെഹ്റുവിന് കഴിഞ്ഞില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രാഫ് മെല്ലെ മെല്ലെ താഴോട്ട് പോകുന്നതാണ് രാജ്യം കണ്ടത്. പാർട്ടിയിലുള്ള സ്വാധീനം മന്ത്രിസഭാ രൂപീകരണം എളുപ്പമാക്കി. ജയപ്രകാശ് നാരായണനെ മന്ത്രിയാക്കാൻ ക്ഷണിച്ചു. JP 14 പരിപാടി പ്രഖ്യാപിച്ച് കോൺഗ്രസ് തന്റെ പരിപാടി അംഗീകരിച്ചാൽ സമ്മതമെന്ന് മറുപടി നൽകി. സുഹൃത്ത് VK കൃഷ്ണമേനോനെ പ്രതിരോധ മന്ത്രിയാക്കി. ക്വാളിഫിക്കേഷൻ ഉള്ളവനാണെങ്കിൽ ജവഹർലാൽ നെഹ്റു അയാളെ മന്ത്രിയാക്കും. CD Deshmukh came. He is an ex-ICS man. പറയുമ്പോൾ നെഹ്റു had spoken everything against British, everything against the previous. But here is a quality man. He used to speak against this thing, private enterprise. TTK is a private this man. But he was brilliant. He brought him as finance minister. Deshmukh was a finance minister. Like that, qualified people were quality of the administration was good. എന്നാൽ ഇത്തവണ സഭയിലും പുറത്തും സർക്കാർ കൂടുതൽ പഴികെട്ടു. ലോക്സഭയിൽ സ്വന്തം മരുമകൻ ഫിറോസിൽ നിന്നു തന്നെ നെഹ്റു ആക്രമണം നേരിട്ടു. LICയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളുടെ രേഖകളുമായാണ് റായ്ബറേലി MP ഫിറോസ് ഗാന്ധി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത്. ഒടുവിൽ ഭരണകക്ഷി MPയുടെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ കമ്മീഷൻ വന്നു. ധനമന്ത്രിക്ക് രാജിവെക്കേണ്ടിയും വന്നു. ജനാധിപത്യവാദി എന്ന് പേരുകേട്ട നെഹ്റുവിനേറ്റ കളങ്കമായിരുന്നു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരള സർക്കാരിനെ പിരിച്ചുവിട്ടത്. വിമോചന സമരത്തെ തുടർന്ന് കലുഷിതമായിരുന്നു 1989 കേരളം. അപ്പോഴേക്കും കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന ഇന്ദിരാഗാന്ധി EMS സർക്കാരിനെ പിരിച്ചുവിടാൻ സമ്മർദ്ദം ചെലുത്തി. ഒടുവിൽ നെഹ്റു വഴങ്ങി. കോൺഗ്രസിന് വേണ്ടി അയാൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞങ്ങളുടെ മന്ത്രിസഭയെ എങ്ങനെ അയാൾ പിരിച്ചുവിടുക? കശ്മീരിൽ നിന്നുള്ള വാർത്തകളും നല്ലതായിരുന്നില്ല. ഔദ്യോഗിക ഭാഷാ പ്രശ്നത്തിൽ പലയിടത്തും അക്രമങ്ങൾ നടന്നു. ആസൂത്രണ പദ്ധതിയിലെ പിഴവുകൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക രംഗം വേഗത്തിൽ വളരാത്തതിലും ദാരിദ്ര്യം തുടച്ചുമാറ്റാനാകാത്തതിലും നെഹ്റുവിന് തന്നെ വിഷമമുണ്ടായിരുന്നു. ഇന്ദിരയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി നിര്യാതനായത് വ്യക്തിപരമായും ദുഃഖമായി. ഈ സാഹചര്യത്തിലാണ് മൂന്നാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നത്. ഒരു ഹാട്രിക് ജയം നെഹ്റുവിന് ഉറപ്പായിരുന്നു. കാര്യമായ പ്രതിപക്ഷ സ്വരം ഇല്ലാത്തതുകൊണ്ട് കൂടിയായിരുന്നു ആ ആത്മവിശ്വാസം. ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രഭയിലല്ല, മറിച്ച് 10 കൊല്ലം നാടു ഭരിച്ച പാർട്ടി എന്ന നിലയ്ക്കാണ് വോട്ടർമാരെ കോൺഗ്രസ് നേരിട്ടത്. ഭരണ നേട്ടങ്ങളിലൂന്നിയായിരുന്നു നെഹ്റുവിന്റെ പ്രചാരണം. വൻ വ്യവസായശാലകളും അണക്കെട്ടുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നെഹ്റു എണ്ണി പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ പുതുമുഖ പാർട്ടി C രാജഗോപാലാചാരിയുടെ സ്വതന്ത്ര പാർട്ടിയായിരുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മദ്രാസ് മുഖ്യമന്ത്രിയുമായിരുന്നു രാജാജി. ആദ്യ രാഷ്ട്രപതിയാക്കാമെന്ന് നെഹ്റു രാജാജിക്ക് വാക്കുകൊടുത്തിരുന്നു. പക്ഷേ വല്ലഭായ് പട്ടേൽ പാർട്ടിയെക്കൊണ്ട് സമ്മതിപ്പിച്ചത് രാജേന്ദ്ര പ്രസാദിന്റെ പേരാണ്. ദ്വയാംഗ മണ്ഡലങ്ങൾ ഇല്ലാതായത് 3ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ്. ഇനി മുതൽ ഒരു മണ്ഡലത്തിൽ ഒരു സീറ്റ് മാത്രം. പട്ടികജാതി പട്ടികവർഗക്കാർക്കായി പ്രത്യേകം സംവരണ മണ്ഡലങ്ങൾ വന്നു. ആകെ വോട്ടർമാരിൽ പകുതിയിലേറെ പേർ വോട്ട് ചെയ്ത ആദ്യ തെരഞ്ഞെടുപ്പും ഇതാണ്. 56%. ഏറ്റവും കൂടിയ പോളിംഗിന്റെ റെക്കോർഡ് കേരളം ഇത്തവണയും വിട്ടുകൊടുത്തില്ല. 71%. കുറഞ്ഞ പോളിംഗ് ഹിമാചലിൽ 36%. ഫലം വന്നപ്പോൾ കോൺഗ്രസ് 494-ൽ 361 സീറ്റും നേടി. തൊട്ടു മുമ്പത്തേക്കാൾ 10 സീറ്റ് കുറവ്. CPIക്ക് 29, സ്വതന്ത്ര പാർട്ടി 18, ജനസംഘം 14, PSP 12, സോഷ്യലിസ്റ്റുകൾ 6. 62 ഇലക്ഷനിൽ പറയുകയാണെങ്കിൽ ക്വാളിഫൈഡ് ഓപ്പോസിഷൻകാർ കുറേ കയറി. ലൈക്ക് നാഥ് പൈ, ഹിരൺ മുഖർജി, തപ്പൂരിയ, മസാനി, ഒരുപാട് ആൾക്കാർ. There were from different parties, a lot of independents who could qualify. UPയിലെ ഫുൽപൂരിൽ നെഹ്റു തോൽപ്പിച്ചത് രാം മനോഹർ ലോഹിയായിരുന്നു.
ബോംബെ നോർത്തിൽ VK കൃഷ്ണമേനോനോട് തോറ്റത് ആചാര്യ കൃപലാനിയും. AB വാജ്പേയി ഇക്കുറി 2 ഇടത്ത് മത്സരിച്ചതുകൊണ്ട് തോൽവിയുടെ കടുപ്പം ഇരട്ടിച്ചു. തുടർച്ചയായ 3ാം ജയത്തിന്റെ സന്തോഷം പക്ഷേ നെഹ്റുവിന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. നെഹ്റുവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ ഒരു പ്രതിസന്ധി വരികയായിരുന്നു. സ്വന്തം സഹോദര രാഷ്ട്രമായി കരുതിയിരുന്ന ചൈനയിൽ നിന്നായിരുന്നു ആ വരവ്. ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് നെഹ്റു പറഞ്ഞിരുന്നത് വെറുതെയല്ല, അങ്ങനെ വിശ്വസിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ചൈന തിരിച്ചങ്ങനെ കണ്ടിരുന്നില്ല. അത് നെഹ്റു മനസ്സിലാക്കിയപ്പോൾ വൈകിപ്പോയി. ഇന്ത്യക്കും ചൈനയ്ക്കും പങ്കിടാനുണ്ടായിരുന്നത് വളരെ വലിയ അതിർത്തിയായിരുന്നു. അതിൽ 100 കണക്കിന് കിലോമീറ്റർ ഭാഗം അടയാളപ്പെടുത്താതെയും സർവേ നടത്താതെയും കിടന്നു. കിഴക്ക് മക്മോഹൻ രേഖയായിരുന്നു അതിനായി ഇന്ത്യ കണ്ടിരുന്നത്. എന്നാൽ തിബറ്റും ബ്രിട്ടനും തമ്മിലുണ്ടാക്കിയ ആ രേഖ തങ്ങൾക്ക് ബാധകമല്ലെന്നായിരുന്നു ചൈനയുടെ നിലപാട്. അക്സായി ചിന്നും ലഡാക്കുമെല്ലാം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തർക്കങ്ങളായി നിന്നു. പക്ഷേ ചൈന ഇന്ത്യയെ ആക്രമിക്കുമെന്ന് നെഹ്റു ഒരിക്കലും കരുതിയില്ല. 54-ൽ നെഹ്റുവിന്റെ ചൈന സന്ദർശനവും 56-ൽ ചൗവൻലായിയുടെ ഇന്ത്യ സന്ദർശനവും സൃഷ്ടിച്ച സൗഹൃദം കണ്ടവർ ചൈന ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുമെന്ന് കരുതിയതുമില്ല. ചൗവൻലായി ഇന്ത്യയിൽ വന്ന ആ വർഷം തന്നെയാണ് അക്സായി ചിന്നിൽ അവർ റോഡ് നിർമ്മാണം തുടങ്ങിയത്. പണ്ഡിറ്റ് നെഹ്റുവിനുണ്ടായ ഒരു മിസ്കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു തെറ്റെന്ന് പറയാവുന്നത്, അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് ചൈനയും ഇന്ത്യയും ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുക, അത് അങ്ങനെ ഒരു ഏഷ്യൻ സോളിഡാരിറ്റി ഉണ്ടാക്കുക, അതൊരു ആഫ്രോ ഏഷ്യൻ സോളിഡാരിറ്റി ആക്കുക. പക്ഷേ അവിടെ തെറ്റുപറ്റി. കാരണം ചൈനയ്ക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. പൊട്ടലും ചീറ്റലും ചർച്ചയും ഭൂപടം കൈമാറലുമായി കുറേക്കാലം. നെഹ്റുവും ചൗവൻലായിയും കത്തുകൾ കൈമാറിയപ്പോൾ അതിർത്തിയിലെ പട്ടാളക്കാർ വെടിയുണ്ടകൾ കൈമാറി. 1959-ൽ ദലൈലാമ ഇന്ത്യയിലെത്തിയതോടെ രംഗം വഷളായി. 1962-ൽ സ്ഥിതി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. സെപ്റ്റംബർ 8-ന് അരുണാചൽ ഭാഗത്ത് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒക്ടോബർ 20-ന് 13 ഇന്ത്യൻ പോസ്റ്റുകൾ ചൈനക്കാർ പിടിച്ചെടുത്തു. നെഹ്റു സൈനിക നടപടിക്ക് ഉത്തരവിട്ടു. സൈന്യത്തിന് ആവശ്യമായ എക്വിപ്മെൻറ്റുകൾ കൊടുക്കാൻ അന്ന് രാഷ്ട്രീയ നേതൃത്വം തയ്യാറായില്ല. സൈന്യത്തിൻ്റെ സൈനികമായിട്ടുള്ള അവർ ചില കണക്കുകൂട്ടുകൾ നടത്തി, ചില സുരക്ഷാ ഭീഷണികൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ചില അസസ്മെൻറ്റ് കൊടുത്തു. അത് വേണ്ട രീതിയിൽ അതിനുള്ള അംഗീകാരമോ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം, നെഹ്റു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം അതിന് തയ്യാറായില്ല. രാജ്യത്ത് യുദ്ധത്തിൻ്റെ ആശങ്ക പരന്നു. അസമും പിന്നാലെ രാജ്യം തന്നെയും ചൈന പിടിച്ചെടുത്തേക്കുമോ എന്ന ഭയം വ്യാപിച്ചു. ഇന്ത്യൻ പട്ടാളത്തിന് ചൈനക്കാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. തിരിച്ചടികളുടെ വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നു. പ്രധാനമന്ത്രി പാർലമെന്റിലും പുറത്തും മറുപടി പറയാൻ വിയർത്തു. പാർട്ടിക്കുള്ളിലും പുറത്തും വിമർശനം കനത്തു. ഇതുവരെ പിന്തുടർന്ന നയം മറന്ന് അമേരിക്കയുടെ സഹായം ചോദിച്ചു. പ്രസിഡന്റ് കെന്നഡിക്ക് നെഹ്റു കത്തെഴുതി. രക്ഷയില്ലാത്ത പോലെ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അതുകൊണ്ടാണ് വേറെ ആരോടും, സോവിയറ്റ് യൂണിയനോട് സംസാരിച്ച സോവിയറ്റ് യൂണിയൻ പറഞ്ഞു, നിങ്ങൾ ഒരു ബ്രദറും ഒരു ഫ്രണ്ടുമാണ്, ഞങ്ങളിതിൽ ഇടപെടുകയില്ല എന്ന് പറഞ്ഞു. ചേരിചേരാറുന്ന രാജ്യങ്ങൾക്ക് ചൈനയോട് ഭയമായിരുന്നു. അപ്പോൾ പൊതുവേ ഇന്ത്യ ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് ഒരേ ഒരു രാജ്യം ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നു. ആ സമയത്ത് കെന്നഡി ഒരു ഐഡിയലിസ്റ്റിക് ഇമേജും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നെഹ്റുവിന് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കാൻ. പക്ഷേ ആ സഹായം വളരെയധികം എത്തുകയും കുറച്ച് നാൾ ഗാൽബ്രേത്തിൻ്റെ ബുക്ക് വായിച്ച് മനസ്സിലാക്കുന്നത് അമേരിക്കയാണ് ഡൽഹി കൈകാര്യം ചെയ്യുന്നത്, ആരും ഇല്ലായിരുന്നു അവിടെ നോക്കാനായിട്ടെന്നുള്ള അത്രയ്ക്കൊരു ഹെൽപ്ലെസ്നെസ് ഉണ്ടായിരുന്നു. മെഷീൻ ഗണ്ണിലുള്ള 10 ലക്ഷം തിരകളും 40,000 മൈനുകളും 1 ലക്ഷം മോർട്ടാറും നൽകാമെന്ന് കെന്നഡി സമ്മതിച്ചു. ഇന്ത്യൻ വ്യോമസേനയോട് പോലും പറയാതെ അമേരിക്കൻ എയർഫോഴ്സിനോടും സഹായം അഭ്യർത്ഥിച്ചു. അത്ര കണ്ട് പരിഭ്രമിച്ചുപോയി ജവഹർലാൽ. ഇന്ത്യക്കാർ അതിലേറെ പരിഭ്രമിച്ചു. യുദ്ധഫണ്ടിന് നാട്ടുകാർ കൈയയച്ച് സഹായിച്ചു. സഹായം ചോദിച്ച് പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിച്ചു. നെഹ്റു വാസ് എ ഡ്രീമർ. ചൈനയെ കണ്ണടിച്ച് വിശ്വസിച്ചിട്ട് അങ്ങേയറ്റം പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് 62 വാർ വന്നത്. 62 വാർ വന്നപ്പോൾ തേസ്പൂർ ഞാനും പോയിട്ടുണ്ടായിരുന്നു. വാൽ ഓടിച്ച് തേസ്പൂർ മുകളിൽ നിന്ന് അവർക്ക് ഇറങ്ങി വരണം. അവർക്ക് റോഡുണ്ട്, നമുക്ക് റോഡും ഇല്ല, ഒന്നുമില്ല. ഈ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് വന്നത് അങ്ങനെയാണ്.
ജവാൻ എന്ത് ചെയ്യും? പാവം, ഒരു കമ്പിളി കൂടി ശരിയായിട്ടില്ല, ഡ്രസ്സ് കൂടി ഉണ്ടാവില്ല. ദേ വർ ഡിഫീറ്റഡ്. വലിയ വിലയാണ് ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്നത്. 1383 പട്ടാളക്കാരുടെ ജീവൻ നഷ്ടമായി. 1696 പേരെ കാണാതായി. 3968 പേർ തടവുകാരായി. കരസേനാ മേധാവി PN ഥാപ്പർ രാജിവെച്ചു. പ്രതിരോധ മന്ത്രി കൃഷ്ണമേനോനെ ആദ്യം പ്രതിരോധ ഉൽപ്പാദന വകുപ്പിലേക്ക് മാറ്റി, പിന്നെ രാജി വാങ്ങി. പലപ്പോഴും ബ്ലെയിം ചെയ്യുന്ന VK കൃഷ്ണമേനോനാണ്. മലയാളിയായ VK കൃഷ്ണമേനോനും സൈന്യവും തമ്മിലുള്ള റിലേഷൻ വളരെ മോശമായിരുന്നു. രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് അതേപോലെ മൂളുകയായിരുന്നു ജനറൽ താപ്പർ. അപ്പോൾ അതാണ് അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ ആവശ്യപ്പെട്ട ലെഫ്റ്റനൻറ്റ് ജനറലിനെ അരുണാചൽ പ്രദേശിലേക്ക് കോർ കമാൻഡറായിട്ട് നിയമിക്കുക. അങ്ങനെ അവിടെയാണ് ജനറൽ കൗളിനെ അദ്ദേഹം നിയമിക്കുകയും അതാണ് 62 വാറിൽ ഡിസാസ്റ്ററിന് പ്രധാന കാരണമായിട്ട് പറയുന്നത്. 1962 നവംബർ 22 ചൈന ഏകപക്ഷീയമായി യുദ്ധം നിർത്തി. പ്രതിരോധത്തിൽ കൂടുതൽ പണം വകമാറ്റിയതോടെ മൂന്നാം പദ്ധതി താറുമാറായി. പിന്നീട് വന്ന 3 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം ശക്തിദുർഗങ്ങളിൽ കോൺഗ്രസ് തോറ്റു. ചൈന യുദ്ധത്തിന്റെ പരാജയ കാരണങ്ങൾ അന്വേഷിക്കാൻ രാജ്യം ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു. ലഫ്റ്റനന്റ് ജനറൽ ഹെൻഡേഴ്സൺ ബ്രൂക്സും ബ്രിഗേഡിയർ പ്രേം ഭഗത്തുമായിരുന്നു അതിലെ അംഗങ്ങൾ. അവർ അവരുടെ ജോലി തീർത്ത് റിപ്പോർട്ടും നൽകി. പക്ഷേ ആ റിപ്പോർട്ട് ഇനിയും വെളിച്ചം കണ്ടിട്ടില്ല. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും അത് പുറത്തു വിടാതിരിക്കാനുള്ള സർക്കാരിന്റെ ആശങ്കകളും രഹസ്യമായി ഇന്നും തുടരുന്നു. പക്ഷേ പരസ്യമായ ഒന്നുണ്ട്: യുദ്ധം സമ്മാനിച്ച നിരാശയും അപമാനബോധവും. അതിൽ നിന്ന് രാജ്യത്തിന് കുറേ നാളെങ്കിലും പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. നെഹ്റുവിനാകട്ടെ മോചിതനാകാനേ കഴിഞ്ഞില്ല. രാഷ്ട്രീയമായിട്ടും സൈനികമായിട്ടും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കി. രാഷ്ട്രീയമായിട്ടെന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ ആ ഇമേജ് അതോടുകൂടി അങ്ങ് തകർന്നു. നെഹ്റു വലിയൊരു ഷാഡോയിൽ വന്നു. ഇവിടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെയല്ല, ലോക രാഷ്ട്രീയത്തിൽ പോലെ നെഹ്റുവിനുണ്ടായിരുന്ന ഒരു ഇൻ്റർനാഷണൽ ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ 62 യുദ്ധത്തിൽ ഉള്ള പരാജയം കഴിഞ്ഞതോടുകൂടി അന്ന് നെഹ്റുവിൻ്റെ പേരിൽ തന്നെ ബ്ലെയിം വന്നു. നെഹ്റുവിന്റെ ആരോഗ്യത്തെപ്പോലും യുദ്ധപരാജയം ബാധിച്ചു. കശ്മീർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ചില ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയെങ്കിലും എവിടെയും എത്തിയില്ല. പാർട്ടിയിലെ ദുഷ്പ്രവണതകൾ ഇല്ലാതാക്കാൻ കാമരാജ് പ്ലാൻ കൊണ്ടുവരാൻ ശ്രമിച്ചു. നെഹ്റു നാൾക്കുനാൾ ക്ഷീണിതനായി വന്നു. മുൻകോപം കൂടി, യാത്ര കുറച്ചു. 1964 ജനുവരിയിൽ ഭുവനേശ്വർ AICC സമ്മേളനവേദിയിൽ ആ വലിയ നേതാവ് കുഴഞ്ഞു വീണു. അച്ഛന് കൂടുതൽ വിശ്രമം വേണമെന്ന് മകൾ ഇന്ദിര പറഞ്ഞു. മെയ് 27 ഇന്ദിരയുടെ അച്ഛൻ നിത്യവിശ്രമത്തിലേക്ക് നീങ്ങി. അന്നുച്ചയ്ക്ക് 2 മണിക്ക് ഓൾ ഇന്ത്യ റേഡിയോ പറഞ്ഞു, നമ്മുടെ പ്രധാനമന്ത്രി നമ്മെ വിട്ടുപോയിരിക്കുന്നു. മരിക്കുമ്പോൾ വയസ്സ് 74. തീൻമൂർത്തി ഭവനിലേക്ക് ജനമൊഴുകി. പതിനെട്ടുകാരനായ സഞ്ജയ് ഗാന്ധി ചിതയ്ക്ക് തീ കൊളുത്തി. മതപരമായ ചടങ്ങുകളൊന്നും പാടില്ലെന്ന മതേതരവാദിയായ നെഹ്റുവിന്റെ ആഗ്രഹം പാലിക്കപ്പെട്ടില്ല. ലോകം മഹാനായ ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ വേർപാടിൽ അനുശോചിച്ചു. രാജ്യം മുഴുവൻ അനാഥത്വം അനുഭവിച്ചു. ഗാന്ധിജി, മാർക്സ്, അങ്ങനെ പലരും നെഹ്റുവിനെ സ്വാധീനിച്ചിരുന്നു. അവരിൽ നിന്ന് നെഹ്റു പലതും പഠിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് ആരും നെഹ്റുവിനെ പഠിപ്പിച്ചിരുന്നില്ല. അത് അദ്ദേഹം സ്വയം കണ്ടെത്തിയതാണ്. ജെഫ്രി ടൈസൺ പറഞ്ഞതുപോലെ, നെഹ്റു മറ്റൊരു തരം മനുഷ്യനായിരുന്നെങ്കിൽ ഇന്ത്യ മറ്റൊരു തരം രാജ്യമാകുമായിരുന്നു. അതായിരുന്നു ആ സാന്നിധ്യം. അത്തരമൊരാൾ ഇല്ലാതായിരിക്കുന്നു. ഇനിയൊരു പിൻഗാമി വേണം. കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കാമരാജനായിരുന്നു പിൻഗാമിയെ കണ്ടെത്താനുള്ള ചുമതല. നെഹ്റുവിന് ശേഷം ആരെന്ന് ചോദിച്ചവരോട് കാമരാജ് പറഞ്ഞു, പാർക്കലാം. നെഹ്റു ഇല്ലാത്ത ഇന്ത്യയുടെ വോട്ടുകഥ അടുത്തയാഴ്ചയിൽ. हमें तो अब एक कोशिश करनी है कि अपना देश ऐसा बनाएं और दुनिया ऐसा बनाएं जिसमें लड़ाई झगड़ा ना हो, कम से कम हो, लोग मिल के रहें, काम करें, अपना भी फायदा हो, देश का भी हो. तो लड़ाई झगड़ा करने से कुछ होता नहीं. क्या राय है तुम्हारी? हाँ, संजय की राय है, कुछ कभी स्याही फेंक दी जाए तो अच्छा है.